ഈ വീഡിയോയിൽ നമ്മൾ ഷേപ്പ് എന്ന വിഷ്വൽ എലമെൻറ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഷേപ്പ് നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈൻസ് ഉപയോഗിച്ചും കളേഴ്സ് ഉപയോഗിച്ചും ടെക്സ്ചർ ഉപയോഗിച്ചും പാറ്റേൺസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിസൈൻ്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അതുപയോഗിച്ച് നമുക്ക് പലതരം ഇമോഷൻസും മീനിങ്സും ഒക്കെ കൺവേ ചെയ്യാൻ പറ്റുന്നതാണ്. ഷേപ്പ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജോമെട്രിക്ക്, രണ്ട് ഓർഗാനിക്. ജോമെട്രിക് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പ്രിസൈസ് ആയിട്ടും മാത്തമാറ്റിക്കലായിട്ടൊക്കെ ഫോം ചെയ്യുന്ന ഷേപ്പുകളൊക്കെയാണ്. ഓർഗാനിക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഓർഗാനിക് ആയിരിക്കും. ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെയാണ് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഷേപ്പ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസൈൻ്റെ അകത്ത് നല്ലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ്. നമുക്കൊരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഷേപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് ഊന്നി കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഷേപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാർട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഷേപ്പ് ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റോ ഡയറക്ഷനൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഷേപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഷേപ്പ് പല രീതിയിൽ ഗ്രാഫിക് ഡിസൈനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഐക്കൺസ് ഉണ്ടാക്കാൻ വേണ്ടി, ഇലിസ്ട്രേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി, പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ഷേപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെഗറ്റീവ് സ്പേസിനെ കുറിച്ചാണ്. നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്പേസ് എന്നും പറയാറുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷേപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ നെഗറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട എലമെൻറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള സ്പേസിനാണ് നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നത്. ഇത് ഡിസൈന് പ്രത്യേക രീതിയിലുള്ള ഒരു ലുക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നെഗറ്റീവ് സ്പേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു കേസിൽ, എക്സാമ്പിൾ കേസിൽ ഈ ഫെഡെക്സിൻ്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഇത് ലോഗോ എന്ന് പറഞ്ഞാൽ ഷേപ്പുകളാണ്. ഈ നമ്മളെ ഫോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഷേപ്പുകളാണ്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ക്യാരക്ടറിനകത്ത് തന്നെ ഇതൊരു ഷേപ്പാണ്, ഇതെല്ലാം ഒരു ഷേപ്പുകളാണ്. ഈ ഷേപ്പൊക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു ക്യാരക്ടർ തന്നെ ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഒരു ലോഗോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഷേപ്പ് ഒന്നിച്ച് വെച്ചിട്ട് ഇവിടെ അകത്തൊരു ഷേപ്പ് ഇല്ലാത്തൊരു സ്പേസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്പേസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ നെഗറ്റീവ് സ്പേസ് എന്ന് തന്നെ പറയും. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സ്പേസ് വെച്ചിട്ട് ഈ ഒരു ആരോ മാർക്ക് ക്രിയേറ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആരോ മാർക്ക് ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിന് സൂചിപ്പിക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ലോഗോയ്ക്കകത്ത്, ഫെഡെക്സിൻ്റെ ലോഗോയ്ക്കകത്ത് മൂവ്മെൻറ്റിന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആരോ മാർക്കൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഈ നെഗറ്റീവ് സ്പേസ് ഉപയോഗിച്ച് നമുക്കാണെങ്കിൽ ഡിസൈൻ്റെ ലുക്ക് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഷേപ്പിൻ്റെ സൈക്കോളജിയെ പറ്റി നോക്കാം. ഒരു ഷേപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു മീനിങ്ങോ ഇമോഷൻസോ ഒക്കെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൾച്ചർ അനുസരിച്ചും അതുപോലെ ഇത് നോക്കുന്ന ആളുടെ ക്യാരക്ടർ അനുസരിച്ചുമൊക്കെ ഈ ഷേപ്പ് കൊണ്ട് വരുന്ന ഇമോഷനൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഈ സർക്കിളും അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്കാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കാര്യമോ ഒരു ഫെമിനിറ്റിയോ സൗഹൃദമോ ഒക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ആംഗിൾസ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ട്രയാങ്കിൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കാണെങ്കിൽ സ്ട്രെങ്തിനെയും മസ്കുലാനിറ്റിയെയും അഗ്രഷനെയൊക്കെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പേഴ്സണൽ എക്സ്പീരിയൻസിനെയും ഓരോരുത്തർ ഇൻഡിവിജ്വൽ പ്രിഫറൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആ ഒരാളുടെ കൾച്ചറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്കാണെങ്കിൽ കാണാൻ പറ്റും ചിൽഡ്രൻസിൻ്റെ ടോയ് ബ്രാൻഡുകളൊക്കെ റൗണ്ട് ഷേപ്പും അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളറും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണിനെയും ഒരു പ്ലേഫുൾനെസ്സിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ കളേഴ്സും അങ്ങനത്തെ ഷേപ്പും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷറി ബ്രാൻഡുകൾ ഷാർപ്പായിട്ട് ആംഗിളുകളും മ്യൂട്ടഡ് ആയിട്ടുള്ള കളറും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രൊഫഷണലിസം ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ആംഗിളും അങ്ങനത്തെ കളേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. റെക്റ്റാങ്കിൾസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാലൻസിനും ട്രഡീഷനും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. ട്രയാങ്കിൾസ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി, എനർജി, അഗ്രഷന്. സർക്കിൾസ് ആണെങ്കിൽ പ്രൊട്ടക്ഷന്, ഫെമിനിറ്റി, ഇൻഫിനിറ്റി കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. റോംബസ് ആണെങ്കിൽ വൈബ്രൻറ്റ്, കണ്ടംപററി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഹെക്സഗൺ, യൂണിറ്റി, ബാലൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഇതേപോലത്തെ ഷേപ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കുറേ ഷേപ്പുകൾ കൂടി ചേരുമ്പോഴാണ് ഇതേപോലത്തെ ഒരു കോമ്പസിഷൻ തന്നെ ക്രിയേറ്റ് ആവുന്നത്. ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇതേപോലെ കുറേ ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോമ്പസിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ കുറേ ഷേപ്പുകളൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഒന്നിച്ച് വന്നപ്പോൾ തന്നെ വലിയൊരു ഡിസൈനായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാൻ പറ്റും കുറേ പോളിഗൺസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇലിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇലിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഷേപ്പാണ് ഉപയോഗിക്കുന്നത്. പലതരം പോളിഗൺസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇലിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷേപ്പിന് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പല ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസൊക്കെ നമുക്ക് പല ഷേപ്പുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.